സമയത്ത് ന്യൂയോർക്കിലെ അല്ലെങ്കിൽ ലോങ് ഐലൻഡിലുണ്ട്. കാറ്റടിച്ചില്ല, കാറ്റടി എക്സിറ്റ് കയറിയതേ ഉള്ളൂ. മനസ്സിലായില്ല? ഹല്ലേലൂയ. നമ്മൾ 120 മൈൽ സ്പീഡിൽ പോകുമ്പോൾ ഇടയ്ക്ക് എക്സിറ്റ് ഇറങ്ങുമല്ലോ ചായ കുടിക്കാൻ, സ്റ്റാർബക്ക് അടിക്കാനേ. ഹല്ലേലൂയ. അതുപോലെ ഇടയ്ക്ക് എക്സിറ്റ് കയറിയതേ ഉള്ളൂ. എക്സിറ്റ് കയറിയാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശരിക്കും കയറിയ നമ്മളാരും കാണത്തില്ലായിരുന്നു. ഇവിടെ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നവരുള്ള കൊണ്ടാ തമ്പുരാൻ എക്സിറ്റ് കയറ്റി വിട്ടത്, സൂചന തന്നതാ. നീ ഒരുങ്ങിക്കോണം. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ യേശുവിന്റെ വരവടുക്കൽ വാതുക്കലായി എന്നറിഞ്ഞിട്ട് നീ ഭയത്തോടെ ദൈവത്തെ സേവിക്കട്ടെ. ഒരു നിമിഷം കരമടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാത്രി ആരാധനയ്ക്ക് അവൻ യോഗ്യനാ. ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഗൗരവമുള്ള സ്വർഗീയ ദൂത് ലോത്ത് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് തോന്നി കളി പറയുവാന്നേ. എടാ, കളി പറയാനാണ് 75,000 രൂപ ടിക്കറ്റ് മുടക്കി ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. കളി പറയാനല്ല, കാര്യം പറയാമല്ലയോ, കാര്യം പറയാമല്ലയോ. ഇന്നത്തെ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ഇത് കളിയല്ല, വളരെ ഗൗരവമുള്ള കാര്യമാ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പിള്ളേരിറങ്ങിയില്ല. സ്തോത്രം. ലോത്ത് ഇറങ്ങി ഓടി. ലോത്ത് വരുമ്പോൾ ദൂതന്മാർ സമയം നോക്കി നിൽക്കുക. സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സമയം കഴിഞ്ഞിട്ടും ദൂതന്മാർ നിൽക്കുക. എന്നാ കാര്യമെന്നറിയാമോ? തലേ രാത്രി മുഴുവൻ ഒരു ഭക്തൻ ഇരുന്നിട്ടില്ല, ദൈവസന്നിധി നിൽക്കുകയാ. ദൈവം സ്നേഹിക്കുന്ന തൻ്റെ ദാസനായ അബ്രഹാം ഇരുന്നിട്ടില്ല, കിടന്നിട്ടില്ല. ആ രാത്രി മുഴുവൻ അവൻ ദൈവസന്നിധി നിന്നു. സ്തോത്രം. അവൻ ചോദിച്ചു, ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സ്നേഹിതന്മാരെ അറിയിക്കാതെ ദൈവം ലോകത്തിൽ ഒന്നും ചെയ്യത്തില്ല. സ്വതന്ത്രം പറഞ്ഞേ. ഏത് ന്യായവിധി വരും മുമ്പേ ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കാര്യം അറിയിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൻ്റെ പാപം പെരുകിയത് കൊണ്ട്, മ്ലേച്ഛത പെരുകിയത് കൊണ്ട് ഞാൻ സോദോമിനെ ദഹിപ്പിക്കാൻ പോകുകയാ. അബ്രഹാം ചോദിച്ചു, സോദോമിനെ ദഹിപ്പിക്കാൻ പോകുകയാണോ? ദഹിപ്പിക്കാൻ പോകുകയാ. അബ്രഹാം പ്രാർത്ഥനയ്ക്ക് തയ്യാറായി. അബ്രഹാം ചോദിച്ചു, ദൈവമേ, 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ആ പ്രാർത്ഥന എന്നെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ, ഞാനായിരുന്നു പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചേനെ. കർത്താവ് 50 ഉണ്ടെങ്കിൽ വിടുവിച്ചതിനായി സ്തോത്രം. 45 ഉണ്ടെങ്കിൽ രക്ഷിച്ചതിനായി സ്തോത്രം. 40 ഉണ്ടെങ്കിൽ നിൻ്റെ കര നീട്ടിയതിനായി സ്തോത്രം. 35 ഉണ്ടെങ്കിൽ, 30 ഉണ്ടെങ്കിൽ, 20 ഉണ്ടെങ്കിൽ, 10 ഉണ്ടെങ്കിൽ ദഹിപ്പിക്കാത്തതിനായി സ്തുതിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. മറുപടി കേൾക്കണ്ടല്ലോ. ഹല്ലേലൂയ. അബ്രഹാം നമ്മളോട് പ്രാർത്ഥിച്ച് വിടുവല്ല, മറുപടി കിട്ടി അടുത്ത പ്രാർത്ഥനയുള്ളേ. അതുകൊണ്ടാണ് 4 കാര്യം പറയുമ്പോൾ നേരം വെളുത്തത്. നമ്മൾ 400 കാര്യം പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. ഹലോ, നമ്മളിങ്ങനെ കാസറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കല്ലേ, എല്ലാ ദിവസവും ഇട്ടിങ്ങനെ റിവൈൻഡിങ് അടിക്കുമല്ലേ. സ്തോത്രം. ക്ഷമിക്കണേ, പ്രാർത്ഥന അതൊന്നും അല്ലെന്നേ. അബ്രഹാം ചോദിച്ചു, ദൈവമേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ സോദോമിൻ്റെ മേൽ ന്യായവിധി ഇറക്കുമോ? ചോദിച്ച ഉടനെ പറയണമെന്നില്ല, കാരണം ന്യായവിധി തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. അത് മാറ്റാൻ ദൈവം തീരുമാനിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, 50 ഉണ്ടെന്ന് നശിപ്പിക്കത്തില്ല. സമയം കുറച്ച് പോയി. സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, 45 പേരുണ്ടെന്ന് നശിപ്പിക്കുമോ? തമ്പുരാൻ്റെ മറുപടി, 45 ഉണ്ടെന്ന് നശിപ്പിക്കത്തില്ല. 40 ഉണ്ടെന്ന് നശിപ്പിക്കുമോ? തമ്പുരാൻ പറഞ്ഞു, 40 ഉണ്ടെന്ന് നശിപ്പിക്കത്തില്ല. 30, 20, 10 പറഞ്ഞപ്പോൾ നേരം വെളുത്തേ. സ്തോത്രം. ഈ തുമ്പ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ വിക്ഷേപണ കേന്ദ്രത്തിൽ കൗണ്ട് ഡൗൺ തുടങ്ങും. കൗണ്ട് ഡൗൺ. സ്തോത്രം. 10, 9, 8, 7, 6 എന്നെണ്ണുന്ന പോലെ അബ്രഹാമും ദൈവവും തമ്മിൽ കൗണ്ട് ഡൗൺ നടക്കുക. ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. സോദോമിൽ ദൂത് പറയുമ്പോൾ മറുഭാഗത്ത് പ്രാർത്ഥന നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 10 പേരും പോലും ഇല്ല എന്ന് അബ്രഹാമിന് മനസ്സിലുണ്ട്. പിന്നെ എണ്ണം കുറച്ചില്ല. ഞാൻ ഒരു കാര്യം പറയാൻ പോകുകയാണ്.
10 നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ സോദോമിനെ കത്തിക്കത്തില്ലായിരുന്നു. ഹലോ, അങ്ങനെയെങ്കിൽ കേരളത്തിൽ, ഭാരതത്തിൽ, അമേരിക്കയിൽ ന്യായവിധി താമസിക്കുന്നത് പാപം കുറഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ നീതിമാന്മാരുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടാ, പ്രാർത്ഥിക്കുന്ന ഭക്തകളും പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ എണ്ണം കൂടിയത് കൊണ്ടാ, ഞാനും നീയും ഇവിടെ ഉള്ളത് കൊണ്ടാ സ്വർഗം നശിപ്പിക്കാത്തത്. ഇന്നലെ ദൈവത്തിന്റെ പൈതലേ, ഞാൻ എന്നെയും നിങ്ങളെയും ദേശത്തിന്റെ കാവൽക്കാരായി ദൈവം നിർത്തിയിരിക്കുമ്പോൾ ലഭിച്ച പദവി പാഴാക്കാതെ, ലഭിച്ച പദവിക്കൊത്തവണ്ണം ഇടിവിനിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചപ്പോൾ ആരെയും കണ്ടില്ല എന്ന് വരാതിരിപ്പാൻ ദൈവത്തിന് വേണ്ടി ഇടിവിനിക്കുന്ന വ്യക്തി നീ ആയിരിക്കട്ടെ. ഓ, കരമയ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു ന്യായവിധിക്ക് മുമ്പേ, ദൈവകരം നീട്ടും മുമ്പേ ദൈവത്തിന് വേണ്ടി ഇടിവിളിക്കുവാൻ. ഓ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ പ്രാർത്ഥന ഇവിടെ തീരുമ്പോൾ ദൂതൻ പറഞ്ഞു, ലോത്തെ വേഗം ഇറങ്ങിക്കേ, ഇനി 1 മിനിറ്റ് താമസിക്കില്ലേ. 1 നൂറ്റാണ്ട് മുഴുവൻ കഷ്ടപ്പെട്ട് ഓവർനൈറ്റ് ചെയ്തും ഡബിൾ ഡ്യൂട്ടി ചെയ്തും പണിത വീടും, മോർഗേജ് അടച്ച് കടം വീട്ടിയ വീടും, കഴിഞ്ഞ ആഴ്ച പെയിൻ്റ് അടിച്ച വീടും, അല്ലുയ്യ അൾട്ടിമ അപ്പക്സ് ഒക്കെ അടിച്ച് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട വീടും, പോളിഷ് ചെയ്ത ഫർണിച്ചറും, അല്ലുയ്യ ഡസൻ കണക്കിനുള്ള സൂട്ടും കോട്ടും അലമാരി എല്ലാം വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ, ഹലോ, പ്രൈസ് ദി ലോർഡ്, വർഷങ്ങൾ ലഭിച്ചതെല്ലാം വിട്ട് 1 നിമിഷം ഇറങ്ങാൻ പറഞ്ഞപ്പോൾ വഴിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന ദൈവദാസന്മാർ തങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൽ നിന്ന് എന്നേക്കുമായി വലിച്ചിറക്കാനാണ് വന്നതെന്ന് ലോത്ത് ഒരിക്കലും വിചാരിച്ചില്ല. എങ്കിലും ലോത്ത് ഇറങ്ങാൻ തയ്യാറായി. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ദൂതാ ക്ഷമിക്കണം, ആ പർവ്വതം വരെ പോകുവാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് ആ കാണുന്ന പട്ടണത്തിൽ ഞാൻ പൊക്കോളാം, ആ പട്ടണം നശിപ്പിക്കലെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പറയുക, ഓക്കെ, നീ ആ പട്ടണത്തിൽ പൊക്കോ. മറുഭാഗത്തൊരു ഭക്തൻ നിലവിളിക്കുന്ന കൊണ്ട് അവൻ നിമിത്തം ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കത്തില്ല, നീ അവിടേക്ക് പൊക്കോ. പക്ഷെ ഒരു കാര്യം, നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ വയ്യെന്ന്. ആര് പറയുക? ദൈവം പറയുക, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച ദൈവം ഒരു മനുഷ്യനോട് പറയുകയാണ്, നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ വയ്യെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം കഴിവില്ലാത്തവനായിട്ട് പറഞ്ഞതല്ല. മറുഭാഗത്തൊരു ഭക്തൻ ഇടിപിന്നിക്കുകയാ. പ്രാർത്ഥിക്കാനൊരു ഭക്തനുണ്ടെങ്കിൽ ന്യായവിധിയെ താമസിപ്പിക്കുന്ന ദൈവം പറഞ്ഞ ഭക്ത, നീ ഓടി രക്ഷപ്പെടുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരു പിന്മാറ്റക്കാരനായ വലഞ്ഞു പോയ ലോത്ത് ദേശം വിടുന്നതിന് മുമ്പേ ദൈവം ഇത് പറയാൻ കാരണം, ഒരു പ്രാർത്ഥിക്കുന്ന അബ്രഹാമാണെങ്കിൽ, സ്തോത്രം, ഒരിക്കൽ ഒരു മനുഷ്യൻ, ആ പുള്ളിക്കാരൻ ഇതിനകത്ത് യോഗത്തിന് വന്നായിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ റൈറ്റ് റവറൻഡ് മോസ്റ്റ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയേനെ. സ്തോത്രം. പക്ഷേ കർത്താവ് വിളിച്ചേടാ പുഴുവേന്ന. ഹലോ, സ്തോത്രം. നമുക്കല്ലേ മോസ്റ്റും റവറൻറ്റും ഡോക്ടറും ഒക്കെ. ഹല്ലേലൂയ. ക്ഷമിക്കണേ, ഞാനൊക്കെ വിശ്വാസി വരുന്ന സമയത്തൊക്കെ എൻ്റെ കൊത്തിലെ ഉപദേശിമാരെ ഞങ്ങളൊക്കെ ഓദേശി എന്നായിരുന്നു വിളിക്കുന്നത്. നമുക്ക് കണ്ടു, എനിക്കറിയില്ല, ഓദേശി എന്ന് ഉപദേശം വിളിക്കത്തില്ല, ഓദേശി സാർ കേട്ടിട്ടുണ്ട്. ഓദേശി സഭക്കാർ ഉപദേശം എന്ന് വിളിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഓദേശി മാറി പാസ്റ്ററായി. സ്തോത്രം. പാസ്റ്റർ മാറി അടുത്ത കാലത്തെല്ലാം റെവറൻ്റായി. ഇപ്പോൾ റെവറൻറ്റും ഇല്ല, പാസ്റ്റർ ഉപദേശില്ല, മൊത്തം ഡോക്ടറാണ്, മുഴുവൻ ഡോക്ടറായി. അതുകൊണ്ട് ഇപ്പോൾ ഒറിജിനൽ ഡോക്ടർമാർക്കാണെങ്കിൽ അവരുടെ പേര് വെക്കാൻ പേടിയാണ്. സ്തോത്രം. പണ്ട് ഓദേശി ആയിരുന്നപ്പോൾ സഭയ്ക്കകത്ത് രോഗിയില്ലായിരുന്നു. കാരണം എവിടെയെങ്കിലും രോഗിയുണ്ടെങ്കിൽ ഓദേശി മുട്ടയിരിക്കും, സൗഖ്യമായിട്ട് എഴുന്നേക്കത്തുള്ളായിരുന്നു. ഇപ്പം ഡോക്ടർമാരായപ്പോൾ സഭ മൊത്തം രോഗിയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. പണ്ട് ഉപദേശിയായിരുന്നപ്പോൾ സഭയ്ക്കകത്ത് രോഗിയുടെ എണ്ണം കുറവായിരുന്നു. ഏതെങ്കിലും ഒരു രോഗിയായി വന്ന കൈവച്ച യേശുവിൻ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ ഉപദേശി പറയുമ്പോൾ സ്വർഗ്ഗം സൗഖ്യമാക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം അങ്ങ് ഡോക്ടറായപ്പോൾ സഭയ്ക്കകത്ത് മുഴുവൻ ആത്മീയ രോഗി, ജഡിക രോഗി എല്ലാം കൂടെ കയറി സഭയ്ക്കകത്ത് രോഗമാ. ഹലോ, ക്ഷമിക്കണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എടാ പുഴുവേ എന്ന് വിളിക്കുന്ന യാക്കോബ് സർവശക്തനായ ദൈവത്തിൻ്റെ കാലേ കയറി പിടിപിടിച്ചു. സ്തോത്രം. രാത്രി മുഴുവൻ ഉഗ്ര മൽപ്പിടുത്തം. നേരെ ഉഷസാകുക. ഈ പുഴുവിനോട് തമ്പുരാൻ പറയാ, എടാ യാക്കോബേ ഒന്ന് വിട്ടേടാ, നേരം വിളക്കുന്നടാ, സൂര്യൻ ഉദിക്കുന്നതാ, എനിക്ക് പോണമടാ. സ്തോത്രം. യാക്കോബ് പറഞ്ഞു, വിടുന്ന പ്രശ്നമില്ല, വിടുന്ന പ്രശ്നമില്ല, അനുഗ്രഹിച്ചു എന്ന് പറ. തമ്പുരാൻ വിടറ, വിടത്തില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു ചോദ്യം, ഇവിടെ ശക്തൻ ആരാ? പുഴുവായ യാക്കോബാണോ? ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ നോക്കുമ്പോൾ നീ പുഴുവും കൃമിയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിന്നെ വിളിച്ച ദൈവത്തിന്റെ കാക്ക നീ വീണാൽ നീ പറയാതെ സ്വർഗ്ഗം ചലിക്കത്തില്ല. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് അഡ്രസ് കാണത്തില്ല, സഭയ്ക്കകത്ത് പേര് കാണത്തില്ല, സ്റ്റേജിൽ പദവി കാണത്തില്ല. പക്ഷേ വിളിച്ച ദൈവത്തിന്റെ പാദപീഠത്തിൽ നീ വീഴാൻ തയ്യാറായാൽ നീ പറഞ്ഞിട്ടല്ലാതെ സ്വർഗ്ഗം ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ യാക്കോബ് അവിടെ നിൽക്കട്ടെ. വേറൊരു പുള്ളിക്കാരൻ, പുള്ളി വിക്കനാ. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ 10 പ്രാവശ്യം വിക്കേ പറയത്തുള്ളൂ. സ്തോത്രം. ആ പുള്ളിക്കാരൻ കയറി യാക്കോബ് പിടിച്ചപ്പോൾ തമ്പുരാൻ കോപിച്ചു നിൽക്കുകയല്ല, നല്ല സ്വഭാവത്തിൽ നിൽക്കുക. പക്ഷെ മോശ പിടിച്ചപ്പോൾ തമ്പുരാൻ കോപിച്ച് നിൽക്കുക. അവൻ്റെ കോപത്തിന് മുമ്പിൽ ആർക്ക് നിൽക്കാൻ കഴിയും? ദഹിപ്പിക്കുന്ന അഗ്നിയായ, ഹല്ലേലൂയ, നീതിയുള്ള ന്യായാധിപതിയായ ദൈവം കോപിഷ്ഠനായി ജ്വലിച്ചു നിൽക്കുമ്പോൾ വിക്കനായ മോശ കയറി കാലെ പിടിച്ചു. തമ്പുരാൻ പറഞ്ഞു, മോശെ വിട്, ഞാൻ ഈ ജനത്തെ ഇപ്പോൾ കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. മോശ വിട്ടില്ല. മോശ പറയുകയാ, എന്നെ കൊന്നു, എന്നെ കൊല്ലുന്നേ, എൻ്റെ പേര് പറ്റിക്കോ, ജനത്തെ കൊല്ലാൻ ഞാൻ വിടത്തില്ല. മിസ്രയീമിന് വിടുവിച്ച ജനത്തെ കനാനിൽ കൊണ്ടെത്തിക്കാൻ കഴിയാത്തൊരു ദൈവമാണെന്ന് ഈ ദേശം പറയാൻ ഇടയാകരുത്. ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഓ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കോപിച്ചനായ ദൈവം കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുമ്പോൾ ഭക്തനായ മോശ കാലെ പിടിച്ചിരിക്കുകയാ. എപ്പം വരെ എന്നറിയാമോ? കോപം ശമിക്കുന്നത് വരെ. ഇന്ന് രാത്രി ഒരു ഭക്തൻ നിലവിളിക്കാനുണ്ടെങ്കിൽ, ഒരു ദൈവത്തിൽ കരയാനുണ്ടെങ്കിൽ, കോപം ശമിച്ചിട്ട് നീ പറയുന്നത് ചെയ്യുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മതിയായ ദൈവമാ. വിശ്വാസമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി കണ്ണുനീരിന് മറികടക്കാത്ത ഒരു സ്വർഗം ഇവിടെയുണ്ട്. എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവ തേജസ്സിന്റെ ആഴമേറിയ പകർച്ച ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ രാത്രി. കൃപ, കൃപ ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. വീഴാൻ നീ തയ്യാറാണോ? കാലെ പിടിക്കാൻ നീ തയ്യാറാണോ? കരയാൻ നീ തയ്യാറാണോ? മറുപടി തരാതെ അവൻ പോകത്തില്ല. ഞാൻ വ്യക്തമായി പറയുന്നു, വർഷങ്ങളായിട്ട് മറുപടി കിട്ടാത്ത, പ്രാർത്ഥിച്ച് കുഴഞ്ഞ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നീ പറ, കർത്താവേ അനുഗ്രഹിച്ചല്ലാതെ വിടുന്ന പ്രശ്നമില്ല, മറുപടി കിട്ടിയ വിടുന്ന പ്രശ്നമില്ല. അത് ദൈവാത്മാവ് ദൂത് പറയുകയാ. ഈ ദൈവത്തിന്റെ പൈതലെ, വർഷങ്ങൾ പഴക്കമുള്ള നിന്റെ മറുപടിയുടെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ രാത്രി കാലെ കവണ വീട്. ജനം വിടുവിക്കപ്പെട്ട കർത്താവേ, ഇന്ന് രാത്രി ജനത്തിന് നന്മയ്ക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, ദൈവിക പദ്ധതിക്കെതിരെ വ്യാപരിക്കുന്ന സകല പൈശാചിക പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ച് ജനത്തിന് ജയം കൽപ്പിക്കുകയാ. ഓ രക്തതാലജയം. ചേർന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ലോത്തേ നീ ഒന്ന് വേഗം ഓടിക്കേ. നീ ഓടിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ലോത്ത് ഓടി. ഓടുമ്പോൾ കൂടെ ഭാര്യയുണ്ട്, പിള്ളേരുമുണ്ട്. സ്തോത്രം. ഓടിപ്പോയി.
പുകയെല്ലാം അടങ്ങി. എല്ലാം ശാന്തമായപ്പോൾ നോക്കിയപ്പോൾ ഭാര്യ കൂടില്ല. സ്തോത്രം. പിള്ളേർ രണ്ടുണ്ട്, ഭാര്യ കൂടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് 8 പേരേ ഉള്ളല്ലോ, എന്നാൽ പിന്നെ കുറേ കൂടെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞ് താമസിക്കൊന്നുമില്ല. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ ദൈവത്തിന് 8 പേര് മതി. ഇതിനെ 8, ലോകത്തിൻ്റെ കൂടെ 3 ഉള്ളൂ, ഭാര്യയും 2 പിള്ളേരും. 3 മതിയെന്നേ. 330,000 ദൈവത്തിന് വിഷയമല്ല. ദൈവം ന്യായവിധി നടത്താൻ തീരുമാനിച്ചാൽ 3എങ്കിൽ 3, 8എങ്കിൽ 8. പ്രൈസ് ദി ലോർഡ്. അവൻ നിശ്ചയിച്ച് നടത്തിയിരിക്കും. മനസ്സിലായവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഭിച്ച അവസരം ദയെന്ന് ഓർത്താൽ മതി, കൃപയെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് കൃപയുടെ വാതിൽ അടയും മുമ്പേ അകത്ത് കയറാനുള്ളവരൊക്കെ കയറിക്കണം. എനിക്ക് രാവിലെ വലിയ സന്തോഷമുണ്ടായി. ഇന്നലെ രാത്രി വരെ തീരുമാനിക്കാത്ത 4 പേര് ഇന്ന് രാവിലെ ചേർന്ന് അങ്ങ് സ്നാനപ്പെട്ടു. ഇന്ന് രാത്രി വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞ്. ഞാനും ഉണ്ട്. ഒരു ജോഡി ഡ്രസ്സ് നനയുമെന്നല്ല ഉള്ളൂ, അത് സാരമില്ല. ഹല്ലേലൂയ. തീരുമാനിച്ച് സ്നാനപ്പെട്ട് പൊക്കോണം. കർത്താവ് വരാറായെന്നേ, എൻ്റെ യേശു വരാറായെന്ന്. ഏതെങ്കിലും ബന്ധിക്കോസുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ പറയട്ടെ, യേശു വരാറായി. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ വീണ്ടെടുപ്പുകാരന്റെ കാഹളം ധ്വനിക്കാൻ സമയമായി. അവൻ അടുക്കൽ വാതിക്കലായി. ഹല്ലേലൂയ. അതുകൊണ്ട് ചെയ്യുവാൻ സംഗതി വരുന്നൊക്കെ വേഗത ചെയ്തോണം. ഞാൻ ആ ഭാഗം വിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി നിന്ന നിപ്പിൽ പുറകോട്ട് നോക്കി. അവിടെ കുഴപ്പമില്ല, നമുക്കാരും തോന്നും. 6:30 യോഗം തുടങ്ങുമെന്നാണ് ജോയി പാസ്റ്റർ പറഞ്ഞ്. 8 മണിക്ക് നിർത്തുമെന്നോ പറഞ്ഞ്. പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നു. പകുതിക്ക് വന്നപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്താണോ എന്നൊരു ചിന്ത വരുന്ന സ്വാഭാവിക. വാതിൽ പൂട്ടിയായിരുന്നോ, ചിന്ത വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 21,800 രൂപ ഗ്രാമിന് വിലയുള്ള സ്വർണ്ണം ഇരിക്കാൻ ലോക്കർ അടച്ചായിരുന്നു എന്നൊക്കെ ചിന്ത വരുമ്പോഴേ നമ്മൾ ആരായാലും തിരിഞ്ഞു നോക്കുമല്ലോ. അതുകൊണ്ടല്ലേ നമുക്കിത് വേണ്ടെന്ന് പറയുന്നേ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പണ്ടില്ലെന്ന് പറഞ്ഞൊക്കെ നമുക്കിപ്പോൾ ഉണ്ടല്ലോ. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ പറയാൻ പേടിയാണെങ്കിലും വെള്ളിയും പൊന്നും നമുക്കുണ്ടല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. എങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ചെന്നാൽ ഇഷ്ടംപോലെ സ്റ്റാച്ചു കാണാം. സ്തോത്രം. ഇന്ത്യ ഭരിച്ച ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, വല്ലഭായി പട്ടേൽ, ഡോക്ടർ രാധാകൃഷ്ണന്, ഡോക്ടർ അംബേദ്കർ എന്ന് വേണ്ട ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇവരുടെ എല്ലാം പ്രതിമ കാണാം. പൊന്നുകൊണ്ടോ പഞ്ചലോകം കൊണ്ടോ താമ്രം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ തടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ഇഷ്ടം പോലെ പ്രതിമകൾ ഓരോ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഇപ്പുണ്ട്. അവരുടെ ആ പ്രതിമ നിർത്തിയേക്കുന്നത് അവർ ഭരിച്ച കാലഘട്ടത്തിലെ അവരെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ള പ്രതിമയെല്ലാം നേരെ നോക്കി നിൽക്കുന്ന. പ്രൈസ് ദി ലോർഡ്. തലതിരിഞ്ഞൊരൊറ്റ പ്രതിമയേ ഉള്ളൂ. അത് തലതിരിഞ്ഞ പെണ്ണുപിള്ളയുടെയാണ്. ക്ഷമിക്കണേ. സ്തോത്രം. ലോകത്തിൽ തലതിരിഞ്ഞൊരൊറ്റ പ്രതിമയേ ഉള്ളൂ. അത് തലതിരിഞ്ഞ പെണ്ണുപിള്ളയുടെയാണ്. ബാക്കിയെല്ലാം നേരെയാണ് നിൽക്കുന്നത്. പിന്നെ മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ പഞ്ചലോകം കൊണ്ടോ പൊന്നോ വെള്ളിയോ തടിയോ മരമോ കല്ലോ വെല്ലമോ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാർ അത് കൊണ്ടുവന്ന് കണ്ണാടിക്കൂട്ടി വെച്ച് പെയിൻറ്റ് പഠിച്ച് ആണ്ടിൽ പണ്ട് നേർച്ചപ്പെട്ടി വെച്ച് കാശുണ്ടാക്കിയനെ. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മിസസ് ലോത്തിൻ്റെ തിരുശേഷിപ്പെന്നും പറഞ്ഞേ. ഹലോ, ക്ഷമിക്കണേ, നമ്മൾ ഏതെല്ലാം നല്ല കാശുണ്ടാക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പം മിസസ് ലോത്തിൻ്റെ തിരുശേഷിപ്പെന്നും പറഞ്ഞ് കണ്ണാടിക്കൂട്ടി വെച്ച് ആണ്ടിനാണ്ടി പെയിൻ്റ് അടിച്ച് കാശ് മേടിക്കാതിരിക്കാൻ തമ്പുരാൻ ഉപ്പ് കൊണ്ടല്ലേ നിർത്തിയേക്കുന്നത്. അതും ഗന്ധകം ചേർന്ന് ഉപ്പാരിലും പെയിൻ്റ് അടിച്ച് അടിക്കുന്ന ബ്രഷ് പോവും. ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാറേ, ഇനി ആരിലും പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ച് അടിക്കുന്നവൻ്റെ ബ്രഷ് പോവെന്ന്. കാരണം ഗന്ധകം ചേർന്ന് ഉപ്പല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആര് വിളയിക്കൊണ്ട് പോകാതിരിക്കാൻ നിർത്തിയെടുത്ത് നിൽക്കുകയല്ലേ. തമ്പുരാൻ നിർത്തിയാൽ ആര് വിളക്കത്തിലെന്നേ. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസിയായ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച അഭിഷേകം പ്രാപിച്ച എന്നോട് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം. ഹല്ലേലൂയ. കുഞ്ഞെ, പല കാര്യം ഓർത്തില്ലേലും അതൊന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്.
സോദോമിനെ മുഴുവൻ കത്തിച്ചാരമാക്കിയപ്പോൾ ശേഷിപ്പിച്ചൊരു പ്രതിമ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. മാനവകുലത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തലതിരിഞ്ഞ ആ പെണ്ണുമ്പിള്ളെ ഒന്ന് നോക്കിക്കോണം. ഇന്ന് ഗസ്റ്റായിട്ട് നമ്മുടെ ആ ട്രോയ് ഇന്റർനാഷണൽ ചർച്ച് കോഡിൽ മിസസ് ലോത്ത് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ലെങ്കിലും ചോദിച്ചാൽ സാക്ഷിക്ക് സമയം കൊടുത്തേനെ. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷി നമ്മൾ കേൾക്കേണ്ട സാക്ഷിയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട സമയം ലഭിച്ചതിനായി സ്തോത്രം. എനിക്ക് അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി എക്സ്ചേഞ്ച് നിൽക്കുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ കൂടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരാൻ കൃപയാൽ സ്തോത്രം. അബ്രഹാം സ്നാനപ്പെട്ട കടവിൽ തന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടു. അബ്രഹാം ആരാധിച്ചിടത്തെല്ലാം ഞങ്ങളും ആരാധിച്ചു. അബ്രഹാമിന്റെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോഴെല്ലാം ഞങ്ങളെയും അനുഗ്രഹിച്ചു. അബ്രഹാമിനെ വർദ്ധിപ്പിച്ച ദൈവം ഞങ്ങളെയും വർദ്ധിപ്പിച്ചു. ഇടം പോരാതെ വരുവോളം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ചോദിച്ചതെല്ലാമല്ല, ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തപരമായി ഞങ്ങളെ നടത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഹല്ലേലൂയ. പക്ഷേ എനിക്ക് പറ്റിയ ഗതികേട് ദൈവമക്കളെ നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. അതാ ലോത്തിന്റെ ഭാര്യ ഓർത്തോളാൻ പറഞ്ഞതേ. മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ഇറങ്ങാഞ്ഞിട്ടല്ല, യാത്ര ചെയ്യാഞ്ഞിട്ടല്ല, സ്നാനപ്പെടാഞ്ഞിട്ടല്ല, യാഗപീഠം പണിയാഞ്ഞിട്ടല്ല, ആരാധിക്കാഞ്ഞിട്ടല്ല. നന്മ കിട്ടിയപ്പോൾ ആരാധന മുടക്കി. സോദോമിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ പോയി. ഗോമോരയുടെ നന്മ ഞങ്ങൾ അനുഭവിച്ചു. എല്ലാം നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ദേശത്തിന്റെ പാപം പെരുകിയപ്പോൾ, മ്ലേച്ഛതയുടെ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ, നീതിയുള്ള ന്യായാധിപതിയായ ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ട് ദേശത്തെ ന്യായം വിധിക്കാൻ തുടങ്ങുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയാലും പണ്ട് രക്ഷിക്കപ്പെട്ടവരായിരുന്നത് കൊണ്ട്, ഒരു ദൈവനീതി ഞങ്ങളോടുള്ളത് കൊണ്ട് 2 ദൂതന്മാരെ ദൂത് പറയാൻ വീട്ടിലയച്ചു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങളെ അറിയിക്കാഞ്ഞിട്ടല്ല, പ്രശ്നം ഗൗരവമായി ദഹിപ്പിക്കാൻ തുടങ്ങും മുമ്പേ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാരെ ഞങ്ങളുടെ വീട്ടിൽ വിട്ട് പറഞ്ഞ് ദഹിപ്പിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ സ്നേഹിത സഹോദരി, നീ ലാസ്റ്റ് കേൾക്കുന്ന ദൂതായിരിക്കാം ഇത്. ഹല്ലേലൂയ. ന്യായവിധിയുടെ തീ ലോകത്തിന്മേൽ ഇറങ്ങി വേരും കൊമ്പും ശേഷിപ്പിക്കാതെ സകലത്തെ കരിക്കും മുമ്പ് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരുവാൻ ഒടുവിലത്തെ ദൂതായിരിക്കാം. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി രക്ഷപ്പെടുവാൻ ഒരിടമുണ്ടെങ്കിൽ കാൽവറിയല്ലാതെ മറ്റൊരിടമില്ല. ഉടരാ കേൾക്കമാന വൈഡ ചൂടബാബ ശന്ധരാധര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീട് വിട്ട് ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ സാവകാശം കിട്ടി. കാരണം ഞങ്ങളുടെ വല്യപ്പച്ചൻ പ്രാർത്ഥിക്കായിരുന്നു. ഞങ്ങളുടെ പേരപ്പം പ്രാർത്ഥിച്ചത് കൊണ്ട് ഇറങ്ങി ഓടിയതാ. പക്ഷേ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഞാൻ ഇപ്പതൂണാൻ നിൽക്കുക. എനിക്ക് പറ്റിയ ഗതികേട് പുതിയ നിയമ വിശ്വാസിയായ നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. പ്രസംഗിക്കുന്ന ഉപദേശിക്കും പറ്റല്ലേ, കേൾക്കുന്ന ജനത്തിനും പറ്റല്ലേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഉല്ലാസ സൗധമായ ടൈറ്റാനിക് എന്ന നൗക സന്തോഷകരമായ യാത്ര തുടരുക. 1500 പറഞ്ഞ യാത്രക്കാരുമായി അന്നത്തെ അംബാനിമാരും അന്നത്തെ ടാറ്റാമാരും ബിർളമാരും ഒക്കെ അതിനകത്തുണ്ട്. സ്തോത്രം. അടുത്തട്ടിന് ഇടി കിട്ടി. അടുത്തട്ടിന് ഇടി കിട്ടിയപ്പോൾ കപ്പിത്താൻ മേളിൽ ചെന്ന് പറഞ്ഞു, അടിയിൽ ഇടി കിട്ടിയിട്ടുണ്ട്, വെള്ളം അരച്ച് കയറുക, മുങ്ങാൻ സാധ്യതയുണ്ട്. എവിടെ കേൾക്കാനാ? മോളി കളിയല്ലേ. സ്തോത്രം. സ്തോത്രം. മേളി കളി തുടരുമ്പോൾ കപ്പൽ താണേ. ചരിത്രം നമുക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല. ഈ ലോക മഹാസമുദ്രത്തിൽ അവിടെ ഇവിടെയുമായി കാണുന്ന ചെറിയ ഭൂമിയുടെ അടിത്തട്ടിൽ ജപ്പാനിലെ കഴിഞ്ഞ ഭൂകമ്പത്തിൽ ഇടി കിട്ടിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, പേപ്പർ വായിക്കണം വല്ലപ്പോഴും. സ്തോത്രം. ആ ഇടിയിൽ അടിയിലത്തെ ഒരു പ്ലേറ്റ് തെന്നി മാറി അങ്ങ് കാലിഫോർണിയയിലോട്ട് പോയത് വായിച്ചു കാണുമല്ലോ.
23.5 ഡിഗ്രി ചരിച്ചു വെച്ചിരുന്ന ഭൂമി 17 സെന്റിഗ്രേഡ് പിന്നെയും ചരിഞ്ഞത് അറിഞ്ഞു കാണുമല്ലോ. നിൽക്കുന്ന ഭൂമിന് അടിയിൽ ഇടി കിട്ടിയെന്ന്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ ഉത്തര ധ്രുവത്തിലെ മഞ്ഞ് ഉരുകിയിറങ്ങാം, അല്ലെങ്കിൽ എല്ലാം കത്താം. പ്രൈസ് ദി ലോർഡ്. രണ്ടിലേത് സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. ലിബിയയിലെ ഭരണകൂടം തകരുന്നു, ബഹറിലെ ഭരണകൂടം തകരാൻ പോന്നു, യമനിലെ ഭരണകൂടം തകർന്നു കഴിഞ്ഞു. അമേരിക്കയിൽ സ്ഥിരതയില്ല, കേരളത്തിലും ഇന്ത്യയിലും സ്ഥിരതയില്ല. സകല ഭരണകൂടങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കളിമണ്ണ് ഇരുമ്പും ചേർന്ന 10 വിരലുകളുടെ ഭരണമായി യൂറോയുടെ ഭരണത്തിന്റെ അവസാന സമയമായപ്പോൾ എങ്ങും തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരു കാര്യം ആഴമായി വിളിച്ചു പറയട്ടെ. ഈ ലോകത്തെ നീതിയോടെ ഭരിക്കുന്ന രാജാതി രാജാവായ എന്റെ യേശു വെളിപ്പെടാൻ പോകുകയാണ്. കരയെ അവൻ ഇളക്കുകയാ, കടലിനെ ഇളക്കുകയാ, ആകാശം ഇളക്കുകയാ, നക്ഷത്രമണ്ഡലം ഇളക്കുകയാ. ജാതി ജാതിയോട്, രാജ്യത്തോട് ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ, സുനാമികൾ ഒക്കെ അടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ലോകത്തിന്റെ മനോഹര വസ്തു വെളിപ്പെടാൻ പോകുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകത്തിന്റെ മനോഹര വസ്തു വെളിപ്പെടാൻ പോകുകയാ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാ. ഹല്ലേലൂയ. ലോകത്തിന്റെ മനോഹര വസ്തു ഈ ലോകത്തിലേക്ക് വെളിപ്പെടാൻ പോകുകയാ. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് പുറകിൽ കന്യയിൽ പൂജാതനായ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയവൻ ഏറെ താമസമില്ല തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഘത്തെ വാഹനമാക്കി എഴുന്നള്ളാൻ പോകുകയാ. പ്രത്യാശയുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ കഷ്ടത മാറുന്ന ദിവസങ്ങൾ, കണ്ണുനീർ തുടങ്ങിയ ദിവസങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുകയാ. ഇന്ന് രാത്രി കാഹളം തുനിച്ചാൽ നാളെ എനിക്ക് ന്യൂയോർക്കിന് പോകണ്ട, നാളെ കഴിഞ്ഞ് നാട്ടിലോട്ട് പോകണ്ട, യഥാർത്ഥ നാട്ടിലോട്ട് പോകും. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാഹളം തുനിച്ചാൽ ഞാനും അവിടെ കാണും എന്ന് ഉറപ്പുള്ളവരൊക്കെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആ കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ക്രമീകരിക്കാൻ വല്ലതും ഉണ്ട് ഇന്ന് രാത്രി ക്രമീകരിച്ചോണം. അനുസരിക്കാൻ വല്ലതും ഉണ്ട് ഇന്ന് രാത്രി അനുസരിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തോണിലാരും കാല് വെച്ച് നിൽക്കരുത്. അവിടെയും ഇവിടെയും നിൽക്കല്ല്. ഒന്നി കൃപയിൽ, അല്ലെ കൃപയ്ക്ക് വെളിയിൽ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് മാമോനെയും ദൈവത്തെയും പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞിടെ എവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ക്ഷമിക്കണേ. ഒന്നിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ അടിച്ച് പൊളിച്ച് സുഖിച്ച് ചെയ്യാവുന്ന എല്ലാം ചെയ്ത് അന്തസ്സായിട്ട് നരകത്തിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ അവാർഡ് കിട്ടും. കാരണം ഇവിടെ ഏൽപ്പിച്ച കാര്യം ചെയ്തല്ലോ. സ്വതന്ത്രം. അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗത്തിൽ പോകണം. 2 ജീവിതമേ ഉള്ളൂ. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം. ഒന്നിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച് എങ്ങോട്ട് പോകണം? അന്തസ്സായിട്ട് നരകത്തിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ പിശാച് പറയും, ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെല്ലാം ചെയ്തവനാ. സ്തോത്രം. അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച് നിത്യതയിൽ പോകണം. അതിനിടയ്ക്ക് വിശുദ്ധനെ കാണുമ്പോൾ വിശുദ്ധി, പാമ്പിനെ കാണുമ്പോൾ വാരും. ഹലോ, പ്രൈസ് ദി ലോർഡ്. 2 ജീവിതമില്ല ദൈവമക്കളെ. ശീതോഷ്ണമാനില്ല, വായിന്ന് തുപ്പിക്കളയാമെന്ന് എഴുതിയേക്കുന്നത്. അത് ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ അധികം നീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. യേശു വരാറായി. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ യേശു വ്യക്തമായ 2 ന്യായവിധികളും ഒരടയാളവും വെച്ചെങ്കിൽ ഞാൻ ഈ രാത്രി പ്രസംഗിക്കുമ്പോഴും അടയാളം അവിടെ നിൽക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നതിനൊരു ചൂണ്ടുപലകയായി. അവക്ക് പറ്റിയ ഗതികേട് നമുക്കാർക്കും പറ്റരുത്. ഇന്ന് രാത്രി ലോകത്തിൻ്റെ എല്ലാം ചപ്പന്നും ചമർന്നും എണ്ണുവാൻ, വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. എന്നാൽ അവരധികം നല്ലതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കാംക്ഷിച്ചതുപോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ സഹോദര സഹോദരി, ഈ രാത്രി രക്ഷിക്കപ്പെടണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടിട്ടും നാളുകളായി പാരമ്പര്യം നിന്നെ വിലക്കുന്നത് കൊണ്ട്, പൗരോഹിത്യം തടയുന്നത് കൊണ്ട്, സാമുദായിക ശക്തികൾ വിലക്കുന്നത് കൊണ്ട് സ്നാനപ്പെടുവാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സഹോദരി കാഹളം നുനിക്കാൻ പോകുക. ആർക്കു വേണ്ടി കാത്തിരിക്കരുത്. ഇന്ന് രാത്രി നീ ദൈവശബ്ദത്തിന് ചെവി കൊടുക്ക്. സ്നാനപ്പെടാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തിയാണ്, പക്ഷേ ഇതുവരെ അഭിഷേകം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അഭിഷേകം വീണ്ടെടുപ്പിനാളുള്ള മുദ്രയാകയാൽ ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇന്ന് രാത്രി കർത്താവേ ആ ദിവ്യ അഭിഷേകത്താൽ നീ എന്നെ മുദ്രയിടണമെന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ ദൂത് പറയുമ്പോൾ തന്നെ നീ വിശ്വസിച്ചാൽ ആ അത്യന്ത ശക്തി, കോട്ടകളെ ഇടിപ്പാൻ ഉൾനട്ട ദൈവശക്തി, കല്ലറയെ പേടിച്ച ദൈവശക്തി നിന്റെ മേൽ പകരുവാൻ കർത്താവ് മതിയായവനാ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഇന്ന് രാത്രി തീരുമാനമെടുക്കാതെ സമർപ്പിക്കാതെ ആരുമേ ആലയം വിടരുത്. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിട്ടും വേർപാടും വിശുദ്ധിയുമില്ലാതെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അവിടെ അല്പം ഇവിടെ അല്പം, അവരെയും പ്രസാദിപ്പിച്ച് ഇവരെയും പ്രസാദിപ്പിച്ച് അങ്ങനൊരു ജീവിതമില്ല. മരിക്കുന്നെങ്കിൽ കർത്താവിനായി, ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി. എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഒറ്റ ജീവിതം അത് ക്രിസ്തുവിനായിട്ട് ഒരുക്കപ്പെടട്ടെ. തീരുമാനമെടുക്കട്ടെ. ആരും ഇതിനകത്ത് പിന്മാറിപ്പോകരുത്. എല്ലാ ഹൃദയങ്ങളും ഉറയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ അടിയുറച്ച ഒരാഴമായ തീരുമാനമെടുക്കുന്ന സമർപ്പണ രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്. ഇന്ന് രാത്രി അത് ദൈവദാസനെ, എൻ്റെ കർത്താവിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ മരണം, നേരോടെ നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, അവൻ പറയുന്നതെന്തും അനുസരിപ്പാൻ, അവൻ്റെ കൽപ്പന പ്രമാണിപ്പാൻ, അവൻ്റെ പൈതലായി ജീവിപ്പാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ ലഭിക്കേണ്ടതിനായി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, ശേഷിക്കുന്ന ഒരു ജീവിതം അത് നിനക്ക് വേണ്ടി എൻ്റെ യേശു തന്നെ കർത്താവെന്ന് എല്ലായിടത്തും പറയുവാൻ ഒരധികാരമുള്ള അഭിഷേകം എൻ്റെ മേൽ പകരണം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ ഈ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലാത്തത് കൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ നിന്റെ അധരങ്ങൾ ബലപ്പെടുന്ന രാത്രിയാകട്ടെ. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സമർപ്പിക്കട്ടെ. ഇന്ന് രാത്രി സ്വർഗം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ തീരുമാനത്തെ, നിന്റെ സമർപ്പണത്തെ, നിന്റെ അധരത്തിന്റെ ചലനത്തെ, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ സ്വർഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അഗ്നിജാലക്കൊത്ത കണ്ണോട് കൂടിയവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉളിയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലോട് കൂടിയവൻ, നിലയങ്കി ധരിച്ചവൻ, നിലവിളക്കിന് നടുവിലാവുന്ന മഹാ കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരും എഴുതി ഉറപ്പിക്കുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓ, എല്ലാ പൈശാചിക പോരുകൾ തകരട്ടെ, അടയപ്പെട്ട വഴികൾ തുറന്നു വരട്ടെ, ശൂന്യതകൾ രാത്രി മാറട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ആ മഹത്വം ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുവാൻ. എല്ലാവരും ആരാധിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയ വിടുതല് ഈ സമാപന രാത്രിയിൽ നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക വിടുതല് നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നിന്റെ അഭിഷേകം ഒന്ന് പുതുകി വരട്ടെ, നിന്റെ അന്യഭാഷ ഒന്ന് പുതുകി വരട്ടെ. നിന്റെ ഉള്ള ദൈവശക്തി ഇന്ന് രാത്രി ഒരു തികഞ്ഞ ദൈവശക്തിയായി മാറട്ടെ. നിന്നെ ഒതുക്കുന്ന പോര്, നിന്നെ ഞെരുക്കുന്ന പോര്, നിന്നെ വേലി കെട്ടി മുൻപോട്ട് വിടാതെ ഒതുക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് സ്വർഗം പൊളിക്കാൻ പോകുകയാ. അതെ, വഴി വിശാലമാകുക. പ്രിയ ദൈവ പൈതലേ, അഭിഷക്ത, നിന്റെ കൂടാരക്കുറ്റി നീട്ടിയടിക്ക്, നിന്റെ തിരശീല വിരിക്ക്. ജാതികളുടെ ദേശം കൈവശമായി തരാൻ പോകുകയാ. വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ അഭിഷേകത്തിന്മേൽ ഒരു അധികാരം കൽപ്പിക്കുന്ന രാത്രിയാ. ഓ, ജയം. എല്ലാ പോരുകളും അഴിയട്ടെ, എല്ലാ പ്രതികൂലങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ജനം ഇപ്പോൾ വിടിപ്പിക്കപ്പെട്ട കർത്താവേ. ഹല്ലേലൂയ. രക്തം ജയം.
യെസ്, ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനം എഴുന്നേക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ട്. ഒരു പക്ഷേ ഇനി ഈ ഭൂമി വെച്ച് നമ്മൾ കണ്ടില്ലെന്നിരിക്കും. സാരമില്ല, നിത്യത നമ്മളെല്ലാവരും കാണണം. ഒറ്റ കുഞ്ഞുങ്ങൾ കൈവിടപ്പെടരുത്. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നരകത്തിൽ തള്ളപ്പെടുന്നതിന് മുമ്പേ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ ലഭിച്ച ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് ഇതിനകത്ത് സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ പരമാർത്ഥതയോടെ, നിർമ്മല മനസാക്ഷിയോടെ, നിഷ്കളങ്ക സ്നേഹത്തോടെ, നിർവ്യാജ വിശ്വാസത്തോടെ ഇന്നിനകത്ത് ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. എല്ലാവരുടെയും വിശ്വാസത്തോടെ നീ കരമുയർത്തിയിരിക്കുമ്പോൾ യേശുവിൻ്റെ ആണിപ്പതുള്ള കരം നിന്നെ തൊടുന്ന രാത്രിയാ. ഇവിടെ നിന്നെ തൊടുമ്പോൾ വീട്ടിൽ നിന്റെ പ്രശ്നത്തെ തൊടുന്ന രാത്രിയാ. നിന്റെ പ്രതികൂലത്തെ ഇന്ന് രാത്രി തടയുന്ന രാത്രിയാ. നിനക്കെതിരെയുള്ള യോർദാന്റെ മേലൊടുക്കിനെ തടയുന്ന രാത്രിയാ.